ഈ പാർട്ടിക്ക് പോകുന്നവർക്ക് അവരുടേതായ ഒരു പ്രത്യേക മതമുണ്ട്. ആ മതത്തിന്റെ പേര് തന്നെ പാർട്ടി എന്നാണ്. അവർക്ക് തോന്നുന്നത് തങ്ങൾ എന്തിനാണ് ജനിച്ചതെന്നാണ്, പാർട്ടിക്ക് വേണ്ടിയാണെന്നാണ്. ഇതിൽ സന്തോഷം ലഭിക്കുമെന്ന് അവർ കരുതുന്നു. ഇപ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായി അറിയാം ആ പാർട്ടി കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ലെന്ന്. അവർക്ക് അത് നന്നായി അറിയാം. പക്ഷേ പാർട്ടി എത്ര സമയം നീണ്ടു നിൽക്കുന്നുവോ അത്രയും നേരത്തേക്കാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ആവേശം ലഭിക്കുന്നു. ആ ആവേശത്തിൽ ദുഃഖം പോയതായി തോന്നുന്നു. കാരണം ആ അന്തരീക്ഷം അങ്ങനെയാണ്. ആ അന്തരീക്ഷത്തിൽ തന്നെ ഒരു ലഹരിയുണ്ട്. ആ അന്തരീക്ഷത്തിന്റെ നിർവചനത്തിൽ തന്നെ ലഹരിയുണ്ട്. മദ്യം കഴിക്കാത്തവർ പോലും ആ ലഹരിയിലാണ്. നിങ്ങൾ പറയൂ, ആ ക്ലബ്ബിൽ നടക്കുന്നത് എന്താണോ അതിന്റെ തന്നെ ലഘൂകരിച്ച ഒരു രൂപമല്ലേ നിങ്ങളുടെ കുട്ടിയുടെ ജന്മദിനത്തിൽ നിങ്ങൾ ചെയ്യുന്നത്? ശരിയാണ്, കുട്ടിയുടെ ജന്മദിനത്തിൽ മദ്യം കഴിക്കില്ലായിരിക്കും. പക്ഷേ ബഹളവും ആഘോഷവുമൊക്കെ അതേപോലെ തന്നെയല്ലേ? അളവ് കുറവായിരിക്കാം, പക്ഷേ രീതി ഒന്നല്ലേ? നമുക്ക് സന്തോഷമെന്നാൽ ഇതാണ് അർത്ഥം. പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെയും ഇതാണ് ശീലിപ്പിക്കുന്നത്. ജന്മദിനമാണെങ്കിൽ ജന്മദിന പാർട്ടി ഉണ്ടായിരിക്കും മകനെ എന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവന് ജന്മദിനം എന്നാൽ ചെറിയ കുട്ടികളെ ഒന്നിച്ചുകൂട്ടി അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കലാണെന്ന് മനസ്സിപ്പിക്കലാണെന്ന് മനസ്സിലാകുകയുമില്ലായിരുന്നു. അവന് അതൊന്നും അറിയില്ല. ഇപ്പോൾ അവന് 4 വയസ്സാണ്. നിങ്ങൾ അതേ പ്രായത്തിലുള്ള കുട്ടികളെ കൂട്ടി ഡാൻസ് ചെയ്യിപ്പിച്ചു. പിന്നെ അവന് 14 വയസ്സാകുമ്പോൾ അവൻ സ്വന്തം പാർട്ടിയിൽ പോയി തനിയെ ഡാൻസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും, ദൈവമേ അവൻ കൈവിട്ടു പോയെന്ന്. കാരണം ഇതൊരു ക്ലബിന്റെ കാര്യമല്ല, ഇത് നമ്മുടെ മുഴുവൻ സമൂഹത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും കാര്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും. നമുക്ക് സന്തോഷമെന്നാൽ ഇതാണ് അർത്ഥം. ചിന്തിച്ചു നോക്കൂ, സന്തോഷം സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ, നിങ്ങളുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം തന്നെ ഭാവനാത്മകമാണെങ്കിൽ, അതായത് ഫാന്റസിയെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ, യാഥാർത്ഥ്യം നിങ്ങളുടെ സന്തോഷത്തിന് തടസ്സമാകില്ലേ? അത് തടസ്സപ്പെടുത്തില്ലേ? കണ്ണിൽ കാമം നിറയുമ്പോൾ സത്യം ദൃശ്യമാകില്ല.